ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ ലോകം ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇറാനിന്റെ പ്രതികാരം വാക്കുകളിൽ ഒതുങ്ങുന്നില്ല എന്ന് ലോകം കാണുകയാണ്. ഗൾഫ് നഗരങ്ങളിൽ ആക്രമണമുണ്ടായി. ഇപ്പോഴിതാ പാകിസ്ഥാനിലെ അമേരിക്കൻ എംബസിക്ക് നേരെയും വമ്പൻ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി? പരിശോധിക്കാം. ഇതാ അയൽരാജ്യമായ പാകിസ്ഥാനിലെ കറാച്ചിയിൽ അമേരിക്കൻ കോൺസുലേറ്റിന് മുന്നിൽ വമ്പൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഖമേനിയുടെ വധത്തിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി എംബസി ആക്രമിക്കുകയാണ്. പോലീസിന് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പശ്ചിമേഷ്യയിലെ തീ ഇപ്പോൾ ഏഷ്യയിലേക്കും പടർന്നിരിക്കുന്നുവെന്ന് സാരം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ അതിശക്തമായ ഏറ്റുമുട്ടലുകളാണ് കറാച്ചിയിൽ നടക്കുന്നത്. അമേരിക്ക തുലയട്ടെ എന്ന മുദ്രാവാക്യങ്ങളുമായി ജനങ്ങൾ തെരുവിലാണ്. പാകിസ്ഥാനിലെ സിറ്റുവേഷൻ ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുന്നത് മുസ്ലിം ലോകത്തെ ആകെ ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്ന് ചുരുക്കം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് സമാധാന ചർച്ചകളുടെ പരാജയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി 3 വട്ടം സമാധാന ചർച്ചകൾ നടത്തിയെങ്കിലും ഖമേനി വഴങ്ങിയില്ല. ഇതിന് മറുപടിയായി ഇസ്രായേൽ നടത്തിയ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്സ്, അതായത് ശത്രു ആക്രമിക്കുന്നതിന് മുൻപേ അവരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സ്ട്രൈക്കുകൾ ഇപ്പോൾ പശ്ചിമേഷ്യയെ മൊത്തമായി വിഴുങ്ങുന്ന ഒരു വമ്പൻ റീജിയണൽ വാറായി മാറിയിരിക്കുകയാണ്. അൺപ്രസിഡന്റഡ് ഫോഴ്സ്, അതായത് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ശക്തി ഉപയോഗിച്ച് ഇറാനെ തകർക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പക്ഷെ മറുവശത്ത് ഖമേനിയുടെ മൃതദേഹം കണ്ടെടുത്തത് ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സിനെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുണ്ട്. അവരുടെ അടുത്ത ടാർഗറ്റ് എന്തായിരിക്കുമെന്നത് ലോകത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. മലയാളികളടക്കം ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ദുബായിലും അതുപോലെ കറാച്ചിയിലും മറ്റും ജോലി ചെയ്യുന്നത്. വിമാനത്താവളങ്ങൾ അടച്ചതോടെ പലരും നാട്ടിലേക്ക് വരാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ത്യൻ എംബസി കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ വ്യക്തമാണ്. ഇറാനിൽ പെയ്തിറങ്ങിയ മിസൈലുകൾ ഇപ്പോൾ പാകിസ്ഥാനിലെ തെരുവുകളെയും തീപിടിപ്പിക്കുകയാണ്. ഖമേനിയുടെ മരണവാർത്ത കറാച്ചിയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് മുന്നിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു പ്രതിഷേധമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി പുകയുന്ന അമേരിക്കൻ വിരുദ്ധ വികാരത്തിന്റെ ഒരു സ്ഫോടനമാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഈ ജനരോഷത്തെ എത്രത്തോളം പിടിച്ചു നിർത്താൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇറാനിലെ ആ പവർ വാക്കും അയൽ രാജ്യമായ പാകിസ്ഥാനെ ഒരു വലിയ ആഭ്യന്തര കലഹത്തിലേക്ക് തള്ളിയിടുമോ എന്ന് ലോകം ഭയപ്പെടുന്നു. ഇറാന്റെ ആത്മീയ നേതാവിനോടുള്ള ഈ ഐക്യദാർഢ്യം പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.